JJക്കിലെ വൺ ഓഫ് ദ ആർക്കായിട്ടുള്ള പെർഫെക്റ്റ് പ്രിപ്പറേഷൻ ആർക്കിൻ്റെ ഫൈനൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നിങ്ങൾ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പം മേലെ ഒരു ഐക്കാർഡ് വന്നില്ലേ, അത് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഞാൻ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ ലാസ്റ്റ് പറയുന്നത് നമ്മൾ മാറ്റി നേരെ ഓഗീസിൻ്റെ തല രണ്ടായി സ്പ്ലിറ്റ് ചെയ്തിട്ട് ആൾ കൊന്നുകളി ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ന്യൂസ് ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ എൻ്റെ ഒരു സെനി ക്ലാൻ തന്നെ അറിയാണ്. എസ്പെഷ്യലി നമ്മൾ ജിനീച്ചിയും അതുപോലെ തന്നെ സെന്നും ഈ ഒരു കാര്യം അറിയാണ്. അടുത്തേ നമുക്ക് കാണിക്കാൻ പറഞ്ഞാൽ സെനി ക്ലാൻ്റെ വൺ ഓഫ് ദ യൂണിറ്റ്സ് ആയിട്ടുള്ള കുക്കർ യൂണിറ്റ് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ മാക്കിനെ കൊല്ലാൻ വേണ്ടി പോവാണ്. അതായത് ഈ ഒരു കുക്കർ യൂണിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെയിൽസ് മാത്രം പെടുന്ന, അതായത് കേസ് ടെക്നിക് ഇല്ലാത്ത മെയിൽസ് മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് ഈ കുക്കർ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ മാക്കി ഇതൊരു മെമ്പറായാലും നമ്മുടെ ജൂജസ് ഫൈലിൽ ചേരും മുമ്പ്. സോ നമുക്ക് പിന്നീട് നോക്കി കഴിഞ്ഞാൽ എൻ്റെ ഒരു യൂണിറ്റ് തന്നെ നമ്മൾ മാക്കിന് വളഞ്ഞിട്ടുണ്ടെന്ന് പറയാം. സോ നമ്മൾ മാക്കി ഇത് ഒറ്റയ്ക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നോക്കി കഴിഞ്ഞാൽ അവൾ വരുന്ന എല്ലാത്തിനും പിടിച്ച് കൊല്ലുകയാണ്. സോ എന്നിട്ട് നമ്മുടെ എൻ്റെ യൂണിറ്റ് തന്നെ അവൾ ക്ലീൻ ഔട്ട് ചെയ്ത് കളയാണ്. സോ ഈ ഒരു കുക്കർ യൂണിറ്റോടെ കഴിഞ്ഞ് പറഞ്ഞാൽ ദേ വരുന്നത് നമ്മുടെ മെയിൽസ് മാത്രം വരുന്നത് നമ്മുടെ സെനിയും ക്ലാനിലെ ഹേ ഗ്രൂപ്പ്. സോ ഈ ഒരു ഹേ ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സെനിയും ക്ലാനിലെ മെയിൽസിൽ മാത്രം ഒരു കേഴ്സ് ടെക്നിക് ഉപയോഗിക്കാൻ പറ്റുന്ന സെമി ഗ്രേഡ് 1 അതിൻ്റെ കൂടുതലുള്ള സോഴ്സസിനെയാണ് നമ്മൾ ഹേ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ അതിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള ജിനീച്ചിയും റാൻറ്റിയും അതുപോലെ ചോദിച്ചിട്ട് നമ്മുടെ മാക്കിനെ കൊല്ലാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഈ ഒരു 3 പേരും നമ്മുടെ മാക്കിൻ്റെ ഒപ്പം ഏകദേശം പിടിച്ച് നിൽക്കുന്ന ഒരു ലെവലെത്തെങ്കിലും അവർ നമ്മുടെ മാക്കി സിമ്പിളായിട്ട് തന്നെ കൊന്നുകളയാണ്. സോ അതിനുശേഷം നമ്മൾ നവോസെനി നമ്മുടെ മാക്കിനെ കൊല്ലാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. സോ നമുക്ക് പിന്നീട് നവോസെൻ്റെ ഒരു മെമ്പറെ കാണിക്കുന്നു. സോ അതിൽ എല്ലാവരും നമ്മുടെ നവോസെനിയാണ് അടുത്ത സെനിയും ക്ലാൻ്റെ ഹെഡായി വരിക എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയാണ്. സോ ഈ ഒരു കാര്യം കേട്ട് സന്തോഷം നമ്മുടെ നവോസെനി, അതായത് ഈ ഒരു സെനിയും ക്ലാൻ തന്നെ ബ്ലാക്ക് ഷിപ്പായി കൺസിഡർ ചെയ്യുന്ന ഒരാളുണ്ട്. സോ ഇയാൾക്ക് ഒരു 0 കേഴ്സ് എനർജി ആണെന്നാണ് എല്ലാവരും പറയുന്നത്. സോ അവനെ കാണാൻ എത്ര യൂസ്ലെസ് ആയി ഇരിക്കും പറഞ്ഞിട്ട് ഈവൻ ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മുടെ ടോജി പാസ് ചെയ്ത് പോവുക. സോ ഇവ ഉദ്ദേശിച്ച ആൾ മറ്റാരുമില്ല, നമ്മുടെ ടോജിയാണ്. സോ ഈ ഒരു 0 കേഴ്സ് എനർജി ആയിട്ടുള്ള നമ്മുടെ ടോജിനെ അന്ന് കണ്ടിട്ട് തന്നെ ഇവ പേടിക്കാന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ നവോസെനി അതുപോലെ തന്നെ മാക്കിയുള്ള ഒരു ഇന്ത്യൻസ് ഫൈറ്റ് തന്നെ അവിടെ നടക്കുന്നുണ്ട്. സോ നമ്മുടെ നവോസെനിൻ്റെ സ്പീഡിനൊപ്പം നമ്മുടെ മാക്കിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. അതായത് നമ്മുടെ നവോസെനിൻ്റെ തന്നെ ഒരുപാട് അറ്റാക്സ് നമ്മുടെ മാക്കി കേട്ടിട്ടുണ്ട്. സോ ഈ ഒരു അറ്റാക്കിൻ്റെ ഇടയിൽ നമ്മുടെ മാക്കി എന്തൊക്കെയോ കൗണ്ട് ചെയ്യേണ്ട കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മുടെ നവോസെനിൻ്റെ ഓരോ അറ്റാക്സ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ മാക്കി ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഈ ഒരു കൗണ്ടിങ് നടത്തുന്നുണ്ട്. ബട്ട് നമ്മുടെ നവോസെനി ഈ ഒരു കാര്യം ഒന്നും ശ്രദ്ധിക്കാം, നേരെ ഏറ്റവും സ്പീഡിൽ വന്നിട്ട് നമ്മുടെ മാക്കിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. എന്നാൽ നമ്മുടെ മാക്കി നേരെ തന്നെ നമ്മുടെ നവോസെനിൻ്റെ ഫേസ് നേരെ ഈ ഗ്രൗണ്ടിക്കായിട്ട് ഒരു പഞ്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു പഞ്ച് കൊടുക്കുന്ന മുമ്പ് നമ്മുടെ മാക്കി ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇവൻ ഏകദേശം 1 സെക്കൻഡിൽ 24 മൂവ്മെൻറ്റ്സ് നടത്തുന്നുണ്ട്. സോ ഇവൻ്റെ ഇത്ര നേരം അറ്റാക്ക് വാങ്ങിയല്ല, മറിച്ച് ഇവനെ ഒബ്സർവ് ചെയ്യുകയായിരുന്നു നമ്മുടെ മാക്കി. സോ നമ്മുടെ നവോസെനി ഒരു ഫൈനൽ ബ്ലോ കൊടുത്ത ശേഷം നമ്മുടെ മാക്കി നേരെ പോകുന്നത് സ്വന്തം അമ്മേൻ്റെ അടുത്തേക്കാണ്. അതായത് നമ്മുടെ മായി പറഞ്ഞിട്ടുണ്ട് കിൽ എവരി വൺ, അതായത് സ്വന്തം അമ്മനെ തന്നെ കൊല്ലാൻ നിൽക്കുകയാണ് നമ്മുടെ മാക്കി. ഇവിടെ നമുക്ക് കാണിക്കുന്ന നമ്മുടെ മാക്കി എൻ്റെ സെനിയും ക്ലാനെ വൈപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ നവോസെനി നമ്മുടെ ഈ ഒരു മാക്കിൻ്റെ അറ്റാക്കിൽ നിന്ന് സർവൈവ് ചെയ്തെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. സോ ഇവൻ എങ്ങനെ എഴഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്ന സമയത്തായിരിക്കും തൊട്ട് ബാക്കിലായിട്ട് നമ്മുടെ മാക്കിൻ്റെ അമ്മ ഒരു കത്തിയായിട്ട് വരുന്നത്. സോ ഇവൻ്റെ ബോഡിയിൽ 1 ഇഞ്ച് കൂടി ഏഴ്സ് എനർജി കൂടി ഇല്ല. സോ നമ്മുടെ മാക്കിൻ്റെ അമ്മ ഇവനെ കുത്തി കൊല്ലുകയാണ്. ഈ ഒരു എൻ്റെ സെനിയും ക്ലാനെ കൊന്ന ശേഷം നമ്മുടെ മായിൻ്റെ ബോഡിയായിട്ട് നമ്മുടെ മാക്കി വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്, അത് നമ്മുടെ മാക്കി ഹേ ഗ്രൂപ്പിൽ 6 പേരിനെയും അതുപോലെ തന്നെ അക്കാശിയിൽ 9 മെമ്പറിനെയും അതുപോലെ തന്നെ നമ്മുടെ കുക്കർ റൂമിൽ 21 മെമ്പറിനെ കൊന്നുകളുണ്ട്. അതായത് എൻ്റെ സെനിയും ക്ലാനെ നമ്മൾ മാക്കി കൊന്നുകളുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു കാമോ ക്ലാനും അതുപോലെ തന്നെ ഗോജോ ക്ലാനും ഈ ബിഗ് 3 ഫാമിലിയിൽ തന്നെ ഈ ഒരു സെനി ക്ലാനിനെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സോ അടുത്ത നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ടെങ്കൻ ഈ ഒരു ഹിഞ്ചി ആൾക്കാർ എവിടെയുള്ള കാര്യം നമ്മുടെ മെഗുവിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ യൂജിൻ്റെ പറഞ്ഞു കൊടുക്കണം. കാരണം അവൻ്റെ ഡ്യൂട്ടിയാണ് നമ്മുടെ ഹിഞ്ചി ഹാക്കാരിനെ ഈ ഒരു കള്ളിങ് ഗെയിമിൽ പങ്കെടുത്തിട്ട് നമ്മുടെ ഗോജോനെ ഫ്രീ ചെയ്യേണ്ട കാര്യം. സോ ഇപ്പോൾ നമ്മുടെ ഹാക്കാർ ഈ ഒരു അണ്ടർഗ്രൗണ്ടിൽ തന്നെ ഒരു ഫൈറ്റ് ക്ലബ്ബ് നടത്താണ്. അതായത് ഈ ഒരു ഫൈറ്റ് ക്ലബ്ബിൽ ഫൈറ്റ് ചെയ്യാൻ വരുന്ന ഏതൊരു പ്ലേയേഴ്സും, അതായത് ഇപ്പോൾ നോൺ സോസർ ആണെങ്കിലും സോസർ ആണെങ്കിലും, സോ ഈ ഒരു ഫൈറ്റ് കാണാൻ വരുന്ന നമ്മുടെ ഈ വ്യൂവേഴ്സ് ആയിരിക്കും ഇതിൻ്റെ പേരിൽ ബിഡ് ചെയ്യുക, അതായത് ഗാംബിൾ ചെയ്യുക. സോ ഈ ഒരു ഗാംബ്ലിങ് എമൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് നമ്മുടെ ഹക്കാരി ഇപ്പോൾ ഉള്ളത്. സോ ഇപ്പോൾ ഈ ഒരു ഫൈറ്റ് ക്ലബ്ബിൽ കയറി പറ്റാൻ നോക്കണം നമ്മുടെ മെഗുമി അതുപോലെ തന്നെ യൂജി. ഈ ഒരു ഫൈറ്റ് ക്ലബ്ബിൽ കയറി പറ്റാൻ പറഞ്ഞാൽ അത്ര ചില്ലറ കാര്യമൊന്നുമല്ല. ബട്ട് നമ്മുടെ മെഗുമി ഒരു ടാക്ടിക്കൽ മൂല്യമാണ് നമ്മുടെ യൂജിനെ ഈ ഒരു ഫൈറ്റ് ക്ലബ്ബിൽ കയറ്റി വിടാൻ ഫൈറ്ററായിട്ട്. നമ്മുടെ യൂജിന് മെഗുവിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫൈറ്റ് ക്ലബ്ബിൽ കയറി പറ്റിയിട്ട് ഈ ഒരു ഒപ്പോണനെ തോൽപ്പിക്കുക. സോ ഇവൻ്റെ സ്കില്ല് കണ്ടിട്ട് എന്തൊക്കെ വന്നാലും നമ്മുടെ ഹക്കാരി എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യും. സോ ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ ഹക്കാരിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് ഈ ഒരു കള്ളിങ് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. സോ ആ ഒരു പ്ലാനാണ് നമ്മുടെ മെഗുമിൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. നമ്മുടെ യൂസ് നേരിപ്പോൾ മെയിൻ ഫൈറ്റ് ക്ലബിൻ്റെ ഏരിയയിലേക്ക് എത്താണ്. സോ പിന്നെ ഫൈറ്റ് ചെയ്യേണ്ട ഫസ്റ്റ് ഒപ്പോണൻ്റ് ആരാ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പാണ്ഡ്യയാണ്. സോ ഈ ഒരു പാണ്ഡ്യയും നമ്മുടെ യൂജിയും കൂടി ഒരു ഫൈറ്റ് തുടങ്ങുകയാണ്. നമ്മുടെ പാണ്ഡ്യ നേരം നമ്മുടെ യൂജിനെ ജയിക്കേണ്ട വിധം തോറ്റു കൊടുക്കണം. കാരണം നമ്മുടെ പാണ്ഡ്യനെ നമ്മുടെ ഹക്കായിരിക്കും നന്നായിട്ട് തന്നെ അറിയാം. സോ ഒരിക്കലും നമ്മുടെ പാണ്ഡ്യയായിട്ട് കോൺടാക്റ്റിന് വരില്ല. സോ നമ്മുടെ യൂജി ഇപ്പോൾ ജയിച്ചു കാരണം എല്ലാവരും നമ്മുടെ യൂജിന് മേലെ ഒരു പ്രതീക്ഷ വന്നുകൊണ്ട് എല്ലാവരും ബിറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. സോ നമ്മുടെ ഹക്കാരിയും നമ്മുടെ യൂജിനെ ഡയറക്റ്റ് കാണാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. സോ നമ്മുടെ ഹക്കാരിൻ്റെ ഒപ്പം മറ്റൊരു ക്യാരക്ടറും കൂടി നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. കിരാര എന്ന പേരുള്ള ഈ ഒരു ക്യാരക്ടർ നമ്മുടെ ഹക്കാരിൻ്റെ ഒപ്പം തന്നെ 3rd ഇയർ ജുജുസോ എന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സോ ഈ കിരാര എന്ന് പറയുന്നത് നമ്മുടെ ഹക്കാരിൻ്റെ ഒരു ബോഡി ഗാർഡ് ടൈപ്പ് എന്നൊരു പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പാണ്ഡ്യ അതുപോലെ തന്നെ നമ്മൾ മെഗുമിയും മീറ്റ് ചെയ്യണം.
അതായത് നമ്മുടെ പാണ്ടയ്ക്കറിയാം ഈ ഒരു ഹക്കാരി എവിടെയുള്ളത്. അതായത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ടോപ്പ് പൊസിഷനിലാണ് ഈ ഒരു മോണിറ്റർ റൂമിലാണ് നമ്മുടെ ഹക്കാരി ഇരിപ്പുള്ളത്. ബട്ട് എന്തൊക്കെ ശ്രമിച്ചാൽ ഈ റൂമിൻ്റെ ക്ലോസിൽ എത്താൻ സാധിക്കില്ല. അതിൻ്റെ റീസൺ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കിരാറിൻ്റെ കേസ് ടെക്നിക്കാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, മറ്റൊരു കാര്യം പറയുന്നത് ഈ ഒരു കിരാര എന്ന് പറയുന്നത് ഒരു ബോയാണ്. ഓക്കെ, ഇതൊക്കെ മാറ്റി വെച്ചാൽ നമ്മുടെ യൂജിനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പം നമ്മുടെ കിരാര വന്നിട്ടുണ്ട്. നേരെ നമ്മുടെ ഹക്കാരി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ മറു സൈഡ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മെഗുമിയും പാണ്ഡ്യയും കൂടി ചേർന്നത് അവിടെ ഗാർഡ്സായി നിൽക്കുന്ന എല്ലാവരും തന്നെ അടിച്ചു വീഴ്ത്താണ്. രണ്ടാളും കൂടി ഇപ്പോൾ അതൊക്കെ ഈ ഒരു ഹക്കാരി റൂമിൽ എത്താൻ നോക്കുന്ന ടൈമായിരിക്കും നമ്മുടെ കിരാര ഇവർ രണ്ടാളും കാണുന്നത്. അതായത് നമ്മുടെ മെഗുമി ഈ ഒരു പാണ്ഡ്യൻ്റെ ഒപ്പം കണ്ടത് നമ്മുടെ കിരാരയ്ക്ക് മനസ്സിലായി നമ്മുടെ യൂജിയും ഈ ഒരു ജുജുസു കയ്യിലുള്ളതാണ്. സോ ഈ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി നമ്മുടെ ഹക്കാരി റൂമിലേക്ക് പോകണം നമ്മുടെ കിരാര. സോ നമ്മുടെ മെഗുമി അപ്പം തന്നെ നമ്മുടെ കിരാരനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നമ്മുടെ കിരാര നേരെ നമ്മുടെ ഹക്കാരിൻ്റെ റൂമിലേക്ക് പോവാണ്. സോ ഇവർ എന്തൊക്കെ ശ്രമിച്ചിട്ടും ഈ ഒരു കിരാരനെ ഇവർക്ക് പിടിക്കാൻ സാധിക്കുന്നില്ല. സോ അതിൻ്റെ റീസണാണ് നമ്മുടെ കിരാരൻ്റെ ഒരു കേസ് ടെക്നിക്ക് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ മാറ്റി മറു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ യൂജി അതുപോലെ തന്നെ ഹക്കാരി മീറ്റ് ചെയ്യണം. സോ നമ്മുടെ ഹക്കാരി നമ്മുടെ യൂജി ആയിട്ട് ഒരു ഡീൽ വെക്കുകയാണ്. നീ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാൻ പറഞ്ഞ് നമ്മുടെ ഹക്കാരി പറയണം. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവർ ഡ്രിങ്ക് ചെയ്ത് സംസാരിക്കുകയാണ്. സോ ആ ഒരു ടൈമാണ് നമ്മുടെ ഹക്കാരിക്ക് ഒരു മിസ്ഡ് കോൾ നമ്മുടെ കിരാരയിൽ നിന്ന് കിട്ടുന്നത്. സോ നമ്മുടെ യൂജിന് വലിയ ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ ഹക്കാരി നമ്മുടെ ഈ ഒരു ഗോജോ സത്തുറിനെ അറിയോ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. സോ നമ്മുടെ യൂജി ഇതിൻ്റെ ഉത്തരമായിട്ട് എനിക്ക് അറിയില്ല എന്ന് പറയുന്നത്. ഈ ഒരു കോളും പ്ലസ് ഈ ഒരു ഗോജോ സത്തോറിന് എല്ലാവർക്കും തന്നെ അറിയാം. സോ ഈ ഒരു കാര്യം മനസ്സിലാക്കി നമ്മുടെ യൂജി ഒരു സ്പൈ ആണ് വിചാരിച്ചത് നമ്മുടെ യൂജിനെ എടുത്തിട്ടടിക്കുകയാണ് നമ്മുടെ ഹക്കാരി. പിന്നെ മറിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കിരാരിൻ്റെ കേസ് ടെക്നിക്കിൽ പെട്ടിരിക്കുകയാണ് നമ്മുടെ മെഗുമി അതുപോലെ തന്നെ നമ്മുടെ പാണ്ഡ്യ. സോ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഇവർക്ക് കിരാരിൻ്റെ അടുത്ത് എത്താൻ സാധിക്കില്ല. സോ അതാണ് നമ്മുടെ കിരാരിൻ്റെ കേസ് ടെക്നിക്ക് എന്ന് പറയുന്നത്. സോ ഇത് ഒരുമാതിരി നമ്മുടെ ഒരു മാർക്കിംഗ് എന്ന് പറയാം. അതായത് നമ്മുടെ കിരാരിൻ്റെ മാർക്ക് ടെക്നിക്ക് 5 മാർക്കിംഗ് വരെ യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഒരാളിനെ മാർക്ക് ചെയ്തിട്ട് അയാളുടെ ഡെസ്റ്റിനേഷൻസ് ആയാലും 5ാമത്തെ മാർക്കിംഗ് ആണെങ്കിൽ അയാൾക്ക് ആ ഒരു 5ാമത്തെ ഡെസ്റ്റിനേഷനിൽ എത്തണമെങ്കിൽ ഈ ഒരു 2nd, 3rd, 4th മാർക്ക് ചെയ്ത സ്ഥലത്തിൽ കൂടെ മാത്രമാണ് സഞ്ചരിച്ചാലാണ് ഈ ഒരു 5th പൊസിഷനിൽ എത്താൻ സാധിക്കുള്ളൂ. സോ ഇങ്ങനെ നമ്മുടെ കിരാരിൻ്റെ കേസിലേക്ക് വർക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ മെഗുമി ഈ ഒരു ടെക്നിക്ക് മനസ്സിലായിട്ട് സിമ്പിളായിട്ട് തന്നെ നമ്മുടെ കിരാരിൻ്റെ അടുത്ത് എത്താണ്. എന്നിട്ട് നമ്മുടെ കിരാരിനെ ലോക്ക് ചെയ്തിട്ട് അവൻ റിക്വസ്റ്റ് ചെയ്യാണ്. അതായത് നമ്മുടെ ഗോജു സത്തോറിപ്പ് സീൽ ചെയ്തു. ഇപ്പം നമ്മുടെ മെഗുമിക്ക് കിരാരിൻ്റെ അതുപോലെ തന്നെ ഹക്കാരിൻ്റെ ഹെൽപ്പ് വേണം എന്നിട്ട് പറയാണ്. സോ ഇതേ ടൈം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡോർ പൊടിച്ച് നമ്മുടെ ഹക്കാരിയും യൂജിയും വെളിയിലേക്ക് ഇറങ്ങാണ്. സോ നമ്മുടെ യൂജിനെ എടുത്തിട്ട് അടിക്കാൻ നമ്മുടെ ഹക്കാരി. അതോടൊപ്പം നമ്മുടെ കിരാരിയും പറയുന്നത് നമ്മുടെ ഹക്കാരിൻ്റെ അടുത്ത്, അതായത് ഹക്കാരി ഇവര് നമ്മുടെ ഹെൽപ്പ് ചോദിച്ച് വന്നിരിക്കുകയാണ്. സോ നമ്മുടെ ഹക്കാരി ഇതൊന്നും കേൾക്കുന്നില്ല. സോ നമ്മുടെ ഹക്കാരി നമ്മുടെ യൂജിൻ്റെ അടുത്ത് പറയാണ്. സോ ഇപ്പം നീ ഒരു സോസറിനെ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സോ അയാൾക്ക് എന്നാലും നീ വേർത്തിയാണെന്ന് തോന്നണം, എന്നാലും മാത്രമേ അയാളെ ഹെൽപ്പ് ചെയ്യുള്ളൂ പറഞ്ഞിട്ട് നമ്മുടെ ഹക്കാരി നമ്മുടെ യൂജിൻ്റെ അടുത്ത് പറയാണ്. സോ നമ്മുടെ യൂജി എത്ര നമ്മുടെ ഹക്കാരിൽ നിന്ന് അടിയിട്ടിട്ടും നേരെ നിൽക്കുകയാണ്. സോ മറ്റേ ഡിറ്റർമിനേഷൻ കണ്ട നമ്മുടെ ഹക്കാരി ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. സോ നമ്മുടെ പാണ്ഡ്യയും മെഗുമി അതുപോലെ തന്നെ യൂജി എല്ലാവരും കൂടി ഇപ്പം നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നത്. അതായത് നമ്മുടെ ഗോജോ സീലായി അതുപോലെ തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ യാഗി മരിച്ചു പറഞ്ഞിട്ട് പറയാണ്. കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ പറ്റാണ്ടിരിക്കുകയാണ് നമ്മുടെ ഹക്കാരി ഇപ്പോൾ. സോ നമ്മുടെ ഹക്കാരി ഇവനെ ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് ഈ ഒരു കള്ളിങ് ഗെയിമിൽ പങ്കെടുക്കാൻ. അതായത് നമ്മുടെ ഹക്കാരി പറയുന്നത് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം, മറിച്ച് നമ്മൾ തമ്മിലൊരു ഡീലുണ്ട്. അതായത് ഈ ഒരു കള്ളിങ് ഗെയിം കഴിഞ്ഞ ഉടനെ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ഫേവർ ചെയ്ത് തരണം പറയുന്നത്. സോ നമ്മുടെ പാണ്ഡ പറയുന്നത് എനിക്ക് നിൻ്റെ ഫേവർ എന്താണെന്ന് മനസ്സിലായി, ഈ ഒരു ജുജുസു കയ്യിലെ റൂൾസ് തന്നെ എനിക്ക് റിവേഴ്സ് ചെയ്യണം അല്ലേ, ബട്ട് അത് പ്രാക്ടിക്കലി പറ്റാത്ത ഒരു കാര്യമാണെന്ന് നമ്മുടെ പാണ്ഡ പറയുകയാണ്. ബട്ട് ആ ഒരു എക്സാക്ട് ടൈം തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ സെനിങ് ക്ലാൻ്റെ ഹെഡ് നമ്മുടെ ഫുഷിഹിറോ അതായത് നമ്മുടെ മെഗുമിയാണെന്ന് നമ്മുടെ ഹക്കാരി അറിയുന്നത്. സോ നമ്മുടെ മെഗുമിയായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആകാൻ പറഞ്ഞിട്ട് നമ്മുടെ ഹക്കാരി പറയുന്നുണ്ട്. സോ ഈ ഒരു ഗ്രേറ്റ് ഫാമിലി മെമ്പർ കൊണ്ട് ഇവന് ഒരുപാട് ആവശ്യങ്ങൾ നടക്കും പറഞ്ഞിട്ട് നമ്മുടെ ഹക്കാരി മനസ്സിലാക്കുകയാണ്. സോ ഈ ഒരു എക്സാക്ട് ടൈമിലായിരിക്കും നമ്മുടെ ഒരു ഗെയിം മാസ്റ്റർ ആയിട്ടുള്ള കൊഗാനെ അവിടെ എത്തുന്നത്. അതായത് ഇപ്പം നമ്മുടെ കള്ളിങ് ഗെയിമിൽ ഒരു റൂൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ റൂൾ ആരെ ആഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വൺ ഓഫ് ദ ആൻഷ്യൻ സോസർ ആയിട്ടുള്ള നമ്മുടെ കാശിമോണ് ഇപ്പോൾ ഒരു റൂൾ ആഡ് ചെയ്തിട്ടുള്ളത്. സോ ആ റൂൾ ഇങ്ങനെയാണ്. സോ ഈ കള്ളിങ് ഗെയിമിൽ പങ്കെടുക്കുന്ന ആരായാലും അയാളുടെ നെയിമും സ്ട്രെങ്ത്തും അയാളുടെ പോയിൻറ്റും അയാൾ ഇനി എത്ര റൂൾ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും മസ്റ്റേ പറഞ്ഞിരിക്കണം. സോ അതാണ് ഈ റൂൾ പറയുന്നത്. അതായത് നമുക്കറിയാം ഈ ഒരു കള്ളിങ് ഗെയിമിൽ 100 പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു റൂള് നമ്മുടെ കള്ളിങ് ഗെയിമിൽ തന്നെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മുടെ യൂജിയും അതുപോലെ തന്നെ മെഗുവും കൂടി ഈ ഒരു കള്ളിങ് ഗെയിമിൽ തന്നെ ഇപ്പോൾ 100 പോയിന്റ്സ് നിലവിലുള്ള ആരൊക്കെയാണ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കാശിമന് കൂട്ടാണ്ട്. സോ അതാരാ നോക്കിക്കഴിഞ്ഞാൽ ഹിഗുറാമ പറഞ്ഞ ഒരു ക്യാരക്ടറും കൂടി നമുക്കിപ്പോൾ പരിചയപ്പെടുത്തുന്നുണ്ട്. സോ ഈ ഒരു ക്യാരക്ടർ മസ്റ്റായി നിങ്ങൾ അറിഞ്ഞു വെക്കണം. നമുക്ക് ഇനിയുള്ള ചാപ്റ്റേഴ്സിലൊക്കെ പറയാനുള്ള ഒരു ക്യാരക്ടറും കൂടിയാണ് നമ്മുടെ ഹിഗുറാമ. ഓക്കെ, നമുക്കിവിടെ ഹിഗുറാമിനെ പറ്റി ഒരു ഡീറ്റെയിൽസും കൂടി പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഹിഗുറാമ എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. ഈ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഹിഗുറാമിൻ്റെ കണ്ണിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. സോ ഈ ഒരു കാര്യം നിന്ന് റിയാക്ട് ചെയ്യാൻ പറ്റാണ്ടിരിക്കുകയാണ് നമ്മുടെ ഹിഗുറാമ. എന്നാൽ നമ്മുടെ ഹിഗുറാമ ഈ കോർട്ടിലുള്ള എല്ലാവർക്കും തന്നെ ശിക്ഷ കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. സോ അതിന് നമ്മുടെ ഹിഗുറാമ തൻ്റെ കേസ് ടെക്നിക്ക് ഉപയോഗിക്കുകയാണ് ഈ ഒരു ജസ്റ്റിസ് പ്രിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് പ്രിപ്പറേഷൻ ആർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് JJK മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി കണക്കാക്കപ്പെടുന്ന മാങ്ക ആർക്കായുള്ള കള്ളിങ് ഗെയിം ആർക്കാണ്. സോ അതിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. സോ അത് വരുമ്പോഴേക്കും നന്ദി, നമസ്കാരം.